ലഹരിക്കെതിരെ ആഭ്യന്തര വകുപ്പ് പ്രഖ്യാപിച്ച തൂഫാൻ, അതുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് വിപുലമായ എൻഫോഴ്സ്മെന്റ് പരിപാടികൾ സംസ്ഥാനത്ത് നടത്തുന്നുണ്ട്. വലിയ ലഹരിവേട്ട നടത്തുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ബോധവൽക്കരണ പരിപാടികളും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഇന്നെന്തായാലും കൊല്ലം സിറ്റി പോലീസ് ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി SPC വിദ്യാർത്ഥികളുമായി SPC കേഡറ്റുകളുമായി സൈക്കിൾ റാലി സംഘടിപ്പിക്കുകയാണ്. നമ്മോടൊപ്പം കൊല്ലം സിറ്റി ACP രാജേഷ് ഉണ്ട്. സർ, ഇത് നമ്മളെ ഇതിൻ്റെ ബോധവൽക്കരണ പരിപാടികളുടെ ഒരു തുടർച്ചയാണോ ഇത്തരത്തിൽ ക്യാമ്പയിൻ? അതെ, തീർച്ചയായിട്ടും ഇന്ന് ജനഹൃദയങ്ങളിലേക്ക് എത്തിയിരിക്കുന്ന ഈ വലിയൊരു പ്രോഗ്രാമാണ് ഓപ്പറേഷൻ തൂഫാൻ. അതെല്ലാ ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചു. പക്ഷേ അത് ഇനി നിലനിർത്തി കൊണ്ടുപോകുന്നത് ഓരോ പൗരൻ്റെയും അല്ലെങ്കിൽ കുട്ടികളുടെയും വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും എല്ലാം കടമയാണ്. അത് നിലനിർത്തി കൊണ്ടുപോകുന്നതിനുള്ള ഇത്തരം രീതിയിലുള്ള അവയർനെസ് ക്ലാസ്സുകളും മറ്റു രീതിയിലുള്ള പ്രോഗ്രാമുകളാണ് ഇപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശാനുസരണം ഹേമലത IPS അവരുടെ നിർദ്ദേശാനുസരണം ഇന്നിവിടെ സബ് ഡിവിഷൻ ലെവലുള്ള ഈ SPC കുട്ടികളെ വെച്ചിട്ടുള്ള ഈ പ്രോഗ്രാം, സൈക്കിൾ റാലി, ഇതെല്ലാം ഞങ്ങൾക്ക് അണയാതെ അതായത് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ആ സ്പിരിറ്റ് അണയാതെ കൊണ്ടുപോകുക എന്നുള്ളത് നമ്മുടെ എല്ലാവരും ഉത്തരവാദിത്തമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സൈക്കിൾ റാലി. ഇനി 26-ാം തീയതി വിപുലമായിട്ടുള്ള മറ്റു പ്രോഗ്രാമുകളൊക്കെ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ലോ എൻഫോഴ്സ്മെന്റ് മാത്രം പോരാ, ക്യാമ്പയിനും വേണം, ബോധവൽക്കരണം വേണം. അതാണോ ഒരു സന്ദേശം? അതെ, തീർച്ചയായിട്ടും നമ്മൾ ഇതിൻ്റെ ഒരു ബോധവൽക്കരണം എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിലും ബോധവൽക്കരണം വളരെ എഫക്റ്റീവാണ്. അത്രത്തോളം ഇതിൻ്റെ ആ ഭവിഷ്യത്ത് ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചെങ്കിൽ മാത്രമേ ഇതിനെ നമുക്ക് തുടച്ചു നീക്കാൻ പറ്റുള്ളൂ. അവസാനത്തെ കണ്ണി വരെയും അറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നമ്മുടെ പോലീസിൻ്റെയും ജനങ്ങളുടെ ഭാഗത്തുണ്ടെങ്കിൽ മാത്രമേ ഇത് ഇല്ലാണ്ടാക്കി നമ്മുടെ ഈ സമൂഹത്തെ കാർന്നു തിന്നുന്ന ഈ മയക്കുമരുന്ന് എന്ന് പറഞ്ഞ വിപത്തിനെ നമ്മുടെ നാട്ടിൽ നിന്ന് ഓടിച്ചു വിടുന്നതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു വരുന്നത്. അതിൻ്റെ ഒരു ചെറിയ കാര്യമാണ് ഈ പറയുന്ന സൈക്കിൾ റാലി. എന്തായാലും മയക്കുമരുന്നിനെ, ലഹരികളെ ഓടിച്ചു വിടുമെന്നാണ് പോലീസ് പറയുന്നത്. നമ്മൾ ഇത്തരം ക്യാമ്പയിൻ്റെ ഭാഗമാകുമ്പോൾ എന്ത് തോന്നുന്നു? ലഹരിക്കെതിരല്ലേ? എന്തായാലും കുട്ടികളും ലഹരിക്കെതിരാണ്. നമ്മൾ ലഹരിക്കെതിരല്ലേ? ലഹരി ഉപയോഗിക്കുന്നവർ എന്ത് ചെയ്യണം? പോലീസ് പിടിക്കണ്ടേ? അതെ, കുട്ടികൾ അതാ പറയുന്നത്, ലഹരി ഉപയോഗിക്കുന്നവരെ പോലീസ് പിടിക്കണം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ലഹരി ഉപയോഗിക്കുന്നത് കാണുകയാണെങ്കിൽ കൃത്യമായി പോലീസിനെ അറിയിക്കുക. അവർ കൃത്യമായി ഗ്രൗണ്ടിലുണ്ട് ഇത്തരം ലഹരി വിൽപ്പനക്കാരെ പിടികൂടാൻ, അവരെ ഇല്ലാതാക്കാൻ. കൊല്ലത്തുനിന്ന് AV ജയശങ്കർ.